10 ദിവസം കടന്ന പ്രതിസന്ധിക്കൊടുവിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. ബിജെപി പാർലമെന്ററി പാർട്ടി യോഗമാണ് ഫട്നാവിസിനെ ലെജിസ്ലേറ്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തത്. ചന്ദ്രകാന്ത് പാട്ടീലാണ് യോഗത്തിൽ പേര് നിർദ്ദേശിച്ചത്. പങ്കജ് മുണ്ടെ പിന്തുണങ്ങുകയും ചെയ്തു. ഇത് 3ാം തവണയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, അപ്പോഴും ബാക്കിയുള്ളത് ഏക്നാഥ് ഷിൻഡെയുടെ പിണക്കങ്ങളാണ്. അത് പരിഹരിക്കാനായോ ബിജെപിക്ക്? രഞ്ജിത്ത്, ദേവേന്ദ്ര ഫട്നാവിസിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും തർക്കങ്ങൾക്ക് പരിഹാരമായോ എന്നതിൽ ശിവസേനയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാവുമെന്നും ഉപമുഖ്യമന്ത്രിമാരായി ശിവസേനയിൽ നിന്ന് ഏക്നാഥ് ഷിൻഡെയും NCPയിൽ നിന്ന് അജിത് പവാറും എന്നത് നേരത്തെ തന്നെ ധാരണയായതായിരുന്നു. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് 2.5 വർഷം മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നതായിരുന്നു ഏക്നാഥ് ഷിൻഡെയുടെ, നിലവിലെ മുഖ്യമന്ത്രിയായിരുന്ന ഏക്നാഥ് ഷിൻഡെയുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ വിട്ടുവീഴ്ച ചെയ്യാം, പക്ഷേ ആഭ്യന്തര വകുപ്പ് തങ്ങൾക്ക് നൽകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ തീരുമാനമായോ അല്ലെങ്കിൽ എങ്ങനെയാണ് സമവായത്തിലെത്തിയത് എന്നത് സംബന്ധിച്ച് ശിവസേനയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഔദ്യോഗികമായോ അല്ലെങ്കിൽ അനൌദ്യോഗികമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഇപ്പോഴും വന്നിട്ടില്ല. നാളെ വൈകുന്നേരം 5 മണിക്ക് ആസാദ് മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് തീരുമാനിച്ചത്. അത് 4 ദിവസം മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ആ ചടങ്ങ് തീരുമാനിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്കാണ് BJP പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ദേശീയ നേതൃത്വത്തിൽ നിന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുമാണ് കേന്ദ്ര നിരീക്ഷകരായി പങ്കെടുത്തത്. ഇരുവരുടെയും സാന്നിധ്യത്തിലായിരുന്നു യോഗം ഐകകണ്ഠ്യേനയാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ലീഡറായി തെരഞ്ഞെടുത്തത്. BJPക്കാണ് മുഖ്യമന്ത്രി സ്ഥാനമെന്ന് നേരത്തെ തന്നെ ശിവസേനയും അതോടൊപ്പം തന്നെ NCPയും വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ നേതാവായി തെരഞ്ഞെടുത്ത ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവും എന്നത് ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അനുയായികൾ മഹാരാഷ്ട്രയുടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ ആഘോഷം തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട പ്രതികരണം വരേണ്ടത് നാളെ വൈകിട്ട് 5 മണിക്ക് ആസാദ് മൈതാനത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉപമുഖ്യമന്ത്രിയായി ഏക്നാഥ് ഷിൻഡെ സത്യപ്രതിജ്ഞ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. ഏക്നാഥ് ഷിൻഡെയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ പരസ്യമായി BJPക്കെതിരെയോ മുന്നണിക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനം കിട്ടാത്തതിനെതിരെയോ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ വളരെ സമർത്ഥമായി തന്നെ അദ്ദേഹം ആരോഗ്യനിലയൊക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഈ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോഴും മറ്റു വകുപ്പുകൾ ആർക്കൊക്കെ നൽകും അല്ലെങ്കിൽ ഏതെല്ലാം പാർട്ടിക്ക് നൽകണം എന്നത് സംബന്ധിച്ച ഒരു അന്തിമ ധാരണയിൽ എത്തിയിട്ടില്ല. ഈ 3 നേതാക്കളും ഒരുമിച്ചിരുന്ന് ധാരണയിലെത്തണം എന്നുള്ളതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അതോടൊപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ചർച്ചയിൽ ഉണ്ടായ ധാരണ. അതനുസരിച്ച് സെക്കൻഡ് സ്റ്റെപ്പായി നടക്കേണ്ട ആ ചർച്ച ഇതുവരെയും നടന്നിട്ടില്ല. ഇന്നെങ്കിലും ആ ചർച്ച നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരുവിധം പ്രശ്നത്തിന്റെ പരിഹാരമായി എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവാനുള്ള വഴിയില്ല. അല്ലെങ്കിൽ BJP ഏകപക്ഷീയമായി തന്നെ ഷിൻഡെയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും ഇനി അല്പസമയത്തുള്ളിൽ തന്നെ ശിവസേനയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും മഹാരാഷ്ട്രയിലെ തർക്കങ്ങൾ ഒരു പക്ഷേ പരിഹരിച്ചു വരുന്നു എന്ന് വേണം കാണാൻ. ആഭ്യന്തരമടക്കം ഷിൻഡെയ്ക്ക് നൽകിക്കൊണ്ടുള്ള ഫോർമുലയാണോ അതോ ഷിൻഡെയെ അവഗണിച്ചുകൊണ്ട് നീക്കമാണോ BJPയുടെ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കിരൺ ബാബുവാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.